സ്മൃതികൾക്കിടയിൽ ഒരു ഗീതകം. ജീവിതം സാക്ഷിയിലേക്ക് കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിന് എന്റെ നമസ്കാരം. ഇന്ന് പരാതിയുമായി ഇവിടെ എത്തിയിരിക്കുന്നത് മലയാളപ്പുഴയിൽ നിന്നും ജീന എന്ന പെൺകുട്ടിയാണ്. നമുക്ക് ജീനയെ വിളിക്കാം. ജീന, ജീനയുടെ കഥ ഒരു രത്നച്ചുരുക്കം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കാണാം അവിടെ. മുപ്പത് വയസ്സ് തികഞ്ഞിട്ടില്ല ജീനയ്ക്ക്. പക്ഷേ 60ന്റെ അനുഭവങ്ങളിലൂടെ അവൾ കടന്നുപോയിരിക്കുന്നു. പ്രണയത്തിന്റെയും പ്രതീക്ഷകളുടെയും വസന്തമൊരുക്കി തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ആ ചെറുപ്പക്കാരനെ, അനീഷിനെ, ജീന ജീവിത പങ്കാളിയായി സ്വീകരിച്ചു. എത്ര കിനാവുകളാണ് ജീവിതത്തെക്കുറിച്ച് അവൾ നെയ്തുകൂട്ടിയത്. പക്ഷേ കേവലം 3 വർഷം കൊണ്ട് അതത്രയും വാടിക്കരിഞ്ഞുപോയി. ഒരു കുഞ്ഞിനെ സമ്മാനിച്ച ശേഷം ഭർത്താവ് പിന്തിരിഞ്ഞപ്പോൾ ജീന ഞെട്ടിപ്പോയി. അയാൾ ഇതിനോടകം മറ്റൊരു പെൺകുട്ടിയെ വലയിൽ വീഴ്ത്തിയിരിക്കുന്നു. അവളുമായി രഹസ്യ ജീവിതം നയിക്കുന്നു. ചതിയും കാപട്യങ്ങളും തിരിച്ചറിഞ്ഞപ്പോൾ പക്ഷേ ജീന തളർന്നില്ല. അസാമാന്യ മനക്കരുത്താണ് ജീവിതത്തിന്റെ അഗ്നിവഴികളിൽ അവൾക്ക് തുണയായത്. അനുഭവങ്ങളുടെ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ജീനയുടെ ജീവിതകഥ അവളുടെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. എല്ലാ പെൺകുട്ടികളെ പോലെയും നിറയെ സ്വപ്നങ്ങളോടെ കൂടിയാണ് ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത്. പക്ഷേ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതായിരുന്നു എൻ്റെ ദാമ്പത്യ ജീവിതം. യാതൊരു മറയുമില്ലാതെ ആ ജീവിതകഥ നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു പറയുകയാണ്. അതിലെ പ്രധാന കഥാപാത്രമാണ് അനീഷ്. അനീഷുമായിട്ടുള്ള പ്രണയം എത്ര വർഷമായിരുന്നു? പ്രണയം 6 മാസമേ ഉള്ളായിരുന്നു. 6 മാസമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിനു മുൻപ് ജീന പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? പഠിച്ചു കഴിഞ്ഞ് ഞാനൊരു 4 വർഷം ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ അമ്മ ഗൾഫിലാണ്. അമ്മ ഗൾഫിലാണ്? എന്നെ കൊണ്ടുപോയി ഞാനൊരു ഗാർമെന്റ്സ് കമ്പനിയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിന്റെ ജോലി ആയിരുന്നു 4 വർഷം. അമ്മ അവിടെ ജോലി ചെയ്യുകയായിരുന്നു? അമ്മയുണ്ട്. അപ്പം അമ്മയാണ് കൊണ്ടുപോയത്? അതെ. അപ്പം 4 വർഷം ജോലി ചെയ്തു. വേറൊരു കമ്പനിയിലേക്ക് വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് 6 മാസത്തെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നതാണ്. ആ ഇടയ്ക്കാണ് അനീഷിനെ പരിചയപ്പെട്ടത്. നേരത്തെ പരിചയമുള്ള ആൾക്കാരായിരുന്നു നിങ്ങൾ? കണ്ടറിയാം, കേട്ടറിയാം, പക്ഷെ നേരിട്ട് അങ്ങനെ സംസാരിച്ചറിയത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ കണ്ടു, പിന്നെ പരിചയപ്പെട്ടു, ഇഷ്ടമായി, സംസാരിച്ചു. എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ വന്ന് ആലോചിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് പപ്പായുടെ അടുത്ത് ആലോചിച്ചു. വീട്ടുകാർക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, എല്ലാവരും എതിർത്തു. പക്ഷെ എൻ്റെ നിർബന്ധത്തിന് അവരും കൂടി. എതിർത്തതിന്റെ കാരണം എന്താണ്? എൻ്റെ മമ്മിയുടെയൊക്കെ അകന്ന റിലേറ്റീവ്സ് ആണ് ഇവര്. അപ്പൊ അങ്ങനെ ഫാമിലി ആയിട്ട് അറിയാവുന്നതായതുകൊണ്ടാണ് അവർ വേണ്ടാന്ന് പറഞ്ഞതാണ്. ബന്ധത്തിൽ നിന്ന് വേണ്ടാന്നുള്ളത് കൊണ്ടോ? കാരണം ഫാമിലി ആയിട്ട് അങ്ങനെ അത്ര ഒരു അടുപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അടുപ്പമല്ല, അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പം അമ്മ അനീഷിന്റെ അച്ഛനാണോ? അനീഷിന്റെ അച്ഛൻ. അപ്പൊ അവര് നല്ലൊരു ഫാമിലിയാണ്. പക്ഷെ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാണ് ഇവർ ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ നല്ല കുടുംബത്തിലുള്ള ആളാണ്. പക്ഷെ ഈ അനീഷിന് വേറെ ആരുണ്ട്? അമ്മയെ സ്നേഹിച്ച് വിളിച്ചോണ്ട് വന്നതാണ് ആ അച്ഛന്. അതുകൊണ്ട് അവര് ബന്ധുക്കളോ അങ്ങനെയുള്ള സഹകരണമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. പിന്നെ അങ്ങനെ വന്ന് അവര് 2 മക്കളാണ്. അത് കഴിഞ്ഞ് അമ്മ മറ്റൊരാളുടെ കൂടെ അങ്ങ് പോയി. അപ്പൊ അങ്ങനെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞ് പിന്നെ അച്ഛൻ മാനസികമായിട്ട് ഒത്തിരി തകർന്ന് അങ്ങനെ അച്ഛൻ സൂയിസൈഡ് ചെയ്തതാണ്. ആത്മഹത്യ ചെയ്തു അനീഷിന്റെ അച്ഛൻ? ശരി. ഇത് കേസൊക്കെ ആയതാണോ? കേസാക്കിയിട്ടില്ല, പക്ഷെ എല്ലാവരും അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അതിന്റെ ശവമൊക്കെ സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടത്തിനൊന്നും അങ്ങനെയൊന്നും വിട്ടിട്ടില്ല. തൂങ്ങി മരിച്ചതാണോ? തൂങ്ങി മരിച്ചതാണ്. കാരണം മറ്റുള്ളവരുമായിട്ട് അധികം സഹകരണം ഇല്ലാത്തതുകൊണ്ട് പുറമേ നിന്ന് ആരും അങ്ങനെ മരിച്ചു എന്നറിഞ്ഞു. ബാക്കി എല്ലാ കാര്യത്തിനും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും വേറെ മറ്റു ആൾക്കാരും ആയിരുന്നില്ല. ഇവര് മറ്റു കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് എല്ലാം ചെയ്തു. അത് ശരി. അങ്ങനെയായിരുന്നു.
അപ്പൊ ഈ അമ്മയും ഈ അനീഷിന്റെ സഹോദരിയും കൂടെ വേറെയാ താമസിക്കുന്നത്. ഒരു വീട്ടിലാണ് താമസം. ഒരു വീട്ടിൽ. അപ്പൊ അതുകൊണ്ടാണ് ഈ എല്ലാവർക്കും ബന്ധുക്കൾക്ക് ഈ വീടുമായിട്ട് എല്ലാവരും അവിടെ ആ വീട്ടിലും എല്ലാവർക്കും എതിർപ്പ് കാരണമായിരുന്നു. ആ അച്ഛൻ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നത് കാരണം എതിർപ്പ് കാരണം ആരും അങ്ങനെ സഹകരിക്കത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ കല്യാണം വന്നപ്പോൾ എല്ലാരെയും പോയി വിളിച്ചു. അങ്ങനെ എല്ലാവരും കല്യാണത്തിനും പിന്നെ എൻ്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും സഹകരിച്ചു. അപ്പൊ 6 മാസം പ്രണയിച്ചു. അത് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞായിരുന്നു വിവാഹം? 7ാമത്തെ മാസം. കാരണം പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് പിന്നെ ഞാൻ കോഴ്സ് ചെയ്തു. ഗൾഫിന് തിരിച്ചു പോയില്ല. കല്യാണം പെട്ടെന്ന് നടത്തുമായിരുന്നു. അപ്പൊ അമ്മ അവിടെ ജോലി ചെയ്യുന്നു. അമ്മയെ പെട്ടെന്ന് വിളിച്ചു വരുത്തി. അങ്ങനെ പെട്ടെന്നായിരുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞ് അതുപോലെ തന്നെ പ്രണയിച്ച സമയത്തുള്ള സ്നേഹവുമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ ഇതിന്റെ പേരിൽ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്രമേലില്ലായിരുന്നു. പിണക്കവും കാര്യങ്ങളൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉള്ളതുപോലെ. പക്ഷെ ശക്തമായ ഒരു കാരണം ഈ ദാമ്പത്യം ശരിയാവുന്നില്ല എന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? കല്യാണം കഴിഞ്ഞ് ഫോൺ വഴിയാണെങ്കിലും മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട്. പക്ഷെ എൻ്റെ മുന്നിൽ ഞാൻ ഓരോന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രതികരിച്ചു തുടങ്ങി. മറ്റുള്ള പെൺകുട്ടികളുമായിട്ടുള്ള റിലേഷൻസ് ഒക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു. അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. ശരി. ഈ അമ്മായിമ്മ തന്നെ മകനെ പറ്റി എൻ്റെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എങ്കിൽ കൂടി ഇപ്പൊ അതെല്ലാം സത്യമാണെന്ന് എനിക്ക് ഏറെക്കുറെ എല്ലാം കൊണ്ടും ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അമ്മയും മകനുമായിട്ട് എൻ്റെ കല്യാണം നടന്ന സമയത്തൊക്കെ പിണക്കത്തിലായിരുന്നു. പിന്നെ കല്യാണത്തിനൊരു ചടങ്ങെന്ന രീതിയിൽ പുള്ളിക്കാരി വന്ന് സഹകരിച്ചു. പക്ഷെ ആ കല്യാണത്തിന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ കല്യാണത്തിന് ആ സദ്യ ഉണ്ണാനോ ഒന്നും പുള്ളിക്കാരി നിന്നിട്ടില്ല. ജസ്റ്റ് വന്നു കടമ നിർവഹിച്ചു പെട്ടെന്ന് ഇങ്ങനെ പോന്നു. അതെന്തുകൊണ്ടാ? അമ്മയും മകനും തമ്മില് സ്വരച്ചേർച്ചയില്ല. അത് പണ്ട് മുതലേ നിങ്ങൾക്ക് അറിയുമായിരുന്നോ? അല്ല, അറിയില്ലായിരുന്നു. കല്യാണത്തിന് മുന്നേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അതൊന്നും. പക്ഷെ കല്യാണത്തിന് ശേഷമാണ് ഞാനിതെല്ലാം അറിയുന്നത്. അത് അമ്മയും പറഞ്ഞിട്ടുണ്ട്, മകനും പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ 2 വീട്ടുകാരും സഹകരിച്ചിട്ടാണ് കല്യാണം നടത്തിയെന്ന് പറഞ്ഞല്ലോ. കല്യാണത്തിനൊക്കെ കൂടെ നിന്നു പെങ്ങള്. അല്ല, കല്യാണത്തിന് മുമ്പും കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു കുടുംബങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാന്ന് പറയുമ്പോഴേ അതിന് മുമ്പും കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്റെ നിർബന്ധം കാരണം അങ്ങനെ തിരക്കിയാലും കാരണം അറിയാവുന്ന ആയതുകൊണ്ട് കൂടുതൽ വീട്ടുകാരൊന്നിനും പോയില്ല. പക്ഷെ വീട്ടുകാർ മാക്സിമം എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ ഞാൻ മാറിയില്ല. ജീനയുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാര്. ഈ അമ്മ ദേഷ്യം കൊണ്ട് എങ്ങാനും മോനെ കുറിച്ച് ഇങ്ങനെ മോനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞു? ദേഷ്യം കൊണ്ടല്ല, അറിയാവുന്ന കാര്യങ്ങൾ പുള്ളിക്കാരി പറഞ്ഞു. പിന്നെ സംശയങ്ങളാകാം എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പെങ്ങള് സ്വാഭാവികതയില്ലേ, ഒരു അമ്മ സ്വന്തം ഉണ്ട്. ഞാനത് മകനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ഒരു സംശയം തോന്നിയില്ല. അതിന്റെ പേര് വഴക്ക് നടന്നിട്ടുണ്ട്. ജീനയാണെങ്കിൽ പറയാം, ജീനയുടെ ഒരു മകളോ ഉണ്ടെങ്കിൽ അവള് കല്യാണം കഴിച്ച ഉടനെ വന്ന് പറയാം നിന്റെ ഭർത്താവിന് എന്റെ മകന് കുറെ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോ തന്നെ ഒരു തോന്നിയില്ലേ? ഞാൻ ഹസ്ബൻഡിനോട് തന്നെ ചോദിച്ചു എല്ലാ കാര്യങ്ങളും. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അവരോടുള്ള ആ വീട്ടുകാരുമായിട്ടുള്ള പിണക്കം കൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതപ്പോ അങ്ങനെ ന്യായീകരിക്കാവില്ല എങ്ങനെ വേണമെങ്കിലും. എന്തായാലും നിങ്ങളുടെ അയൽവാസികളെ കുറച്ച് സംസാരിച്ചിട്ടുണ്ട് നമ്മളോട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കുഞ്ഞിനെ ഇട്ടേച്ച് പോകുമ്പോൾ ഞാൻ ചോദിക്കും, മോനെ നീ പോകുന്നില്ലയോടി നിൻ്റെ അച്ഛൻ വരുമ്പോൾ? അമ്മ ചൊവ്വായിട്ട് വരട്ടമ്മ, എന്നെ വന്ന് വിളിക്കട്ടെ, ഞാൻ പോകും. അതുവരെ ഞാനിവിടെ നിൽക്കുക, എന്നെ വിളിക്കാതെ ഞാൻ പോകാനൊക്കുമോ? പെറ്റെഴുന്നേറ്റ് കൊണ്ട് വിടുകയും ചെയ്തെന്ന് പറഞ്ഞ് അന്ന് അവൻ അവിടുന്ന് മാറിയെന്നും പറഞ്ഞു. ഇത്രയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ല എനിക്ക് യാതൊരു വിവരവും മറ്റു ദുർവനസ്സൊന്നും ഈ പെണ്ണിനെ പറ്റി പറയാൻ എനിക്കൊരു കാര്യവുമില്ല. അവരുടെ ദാമ്പത്യത്തിൽ എന്തൊക്കെ തകർച്ച വന്നിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അവിടുത്തെ അറിയത്തില്ല. ഇവിടെ വന്ന് അന്വേഷിച്ചു ജീനായി അടിക്കുകയും വഴക്കുണ്ടാക്കുകയും വാക്കുതർക്കങ്ങളുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അനീഷ് മൊബൈൽ അടിച്ച് പൊട്ടിച്ച് മുറ്റത്ത് അടിച്ച് പൊട്ടിക്കുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അനീഷ് ഉടനെ ഇവിടുന്ന് വഴക്കുണ്ടായിട്ട് വണ്ടി ഷെഡാക്കി പോകുന്നത് കണ്ടിട്ടുണ്ട്. ജീന കല്യാണം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലാണോ താമസിച്ചത്? അനീഷിന്റെ വീട്ടില്? ആ വീട്ടിൽ അമ്മയും സഹോദരി ഉണ്ടായിരുന്നു? സഹോദരി ഇല്ലായിരുന്നു. സഹോദരി ഞങ്ങളുടെ കല്യാണത്തിന്റെ എന്നാന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതിന് മുന്നേ ഒരാളെ ഇഷ്ടപ്പെട്ട് അങ്ങനെ അങ്ങ് പോവായിരുന്നു. ഇഷ്ടപ്പെട്ട് കൂടെ അങ്ങ് പോയി? അത്രേ ഉള്ളൂ. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണത്. അവര് പോയി വിവാഹം കഴിച്ച് താമസിച്ചു. അവരുടെ രീതിയിൽ ഇവരാരും പങ്കെടുത്തൊന്നുമില്ല. അവരങ്ങ് പോയി താമസിച്ചു. അത് കഴിഞ്ഞ് ഈ സഹോദരി അമ്മയെ വിളിച്ചോണ്ട് വന്നതിന് ശേഷമാണ് മോള്
ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഒന്ന് അതിപ്പോ അനീഷും ആരും പിന്നെ അങ്ങോട്ടും പോക്കും ഇല്ല പോത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ കല്യാണം എല്ലാം ഫിക്സ് ചെയ്ത് കല്യാണം പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിർബന്ധിച്ച് ചെന്ന് കല്യാണമൊക്കെ പറയുമായിരുന്നു. അതുവരെ അവള് പ്രസവിച്ച് കിടന്നിട്ട് കുഞ്ഞിനെ കാണാനും അങ്ങനെ ഒന്നും ആരും പോയിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ കല്യാണം ആണെന്ന് അറിഞ്ഞപ്പോൾ പോയി വിളിച്ചു, അവർ വന്നു സഹകരിച്ചു. അപ്പൊ ഈ അമ്മയും മകനും സ്വരച്ചേർച്ച ഇല്ലെങ്കിലും അവിടെ പോയാണ് താമസിച്ചതും നിങ്ങൾ കുടുംബം നടത്തിയതും? എന്നോട് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ആദ്യം എന്നോട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇത് ശരിക്കും ഇതൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന് ജീനയ്ക്ക് തോന്നിയത് എപ്പോഴാണ്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും. ഓരോരുത്തർ എൻ്റെ അടുത്ത് പറയുമ്പോഴും ഞാൻ വന്ന് നേരിട്ട് ചോദിക്കുമായിരുന്നു. ചോദിക്കുന്ന ഓരോ കാരണം. എന്താ കാര്യം പറയുന്നത്? കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ മുതൽ അവിടെ അടുത്തല്ല കുറച്ച് ദൂരെയുള്ള 2 ചേച്ചിമാരുണ്ട്. എന്നും രാവിലെ വീട്ടിൽ വരുമായിരുന്നു. അപ്പം കാര്യം എന്തും തിരക്കിയപ്പം അവരുടെ കുറച്ച് സ്വർണ്ണങ്ങൾ പണയം വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊടുക്കണം. അതുപോലെ കുറെ പൈസ അവരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നും വരുമായിരുന്നു. ഇതിപ്പോ കല്യാണത്തിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ട്? 1 മാസം 1.5 മാസം കഴിഞ്ഞ. അപ്പം ഞാൻ അന്വേഷിച്ചു എന്തോ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ. ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ചിട്ടിയുടെ പൈസയാണ്, സ്വർണം പണയം വെച്ചേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണെന്നാ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞ ചേച്ചിമാരോട് തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, അനീഷിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല പ്രാവശ്യമായിട്ട് പണയം വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അത് ആ ചേച്ചിമാരുടെ വിവാഹമോതിരം വരെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്. ഒരു അന്യപുരുഷന് വിവാഹമോതിരം വരെ ഊരി കൊടുത്തപ്പോ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ പണയമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ കുറെ നാൾ വന്നു കഴിഞ്ഞു. ലാസ്റ്റ് ഇവർ 2 പേരും ആ വീട്ടിൽ തന്നെ അങ്ങ് വഴക്കായി. അനീഷിന്റെ വീട്ടിൽ തന്നെ ഇന്ന് വഴക്കുണ്ടായി അനീഷുമായിട്ട്. അപ്പൊ അതിലൊന്നും ഞാനൊന്നിലും ഇടപെടാറില്ല. അവര് തമ്മിലുള്ള പ്രശ്നം അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കുക. സ്വർണത്തിനെ സംബന്ധിച്ച് തന്നെ പണയം എടുത്ത് കൊടുക്കണമെന്നും പറഞ്ഞിട്ട്. അവര് അനീഷുമായിട്ട് നല്ല പരിചയം അടുപ്പമുള്ള ആൾക്കാരാണ് അല്ലേ? അനീഷ് ആദ്യം ഓട്ടോ ഓടിക്കുമായിരുന്നു. അപ്പൊ അനീഷ് ആയിരുന്നു ചേച്ചിമാരുടെ ഹസ്ബൻഡ് 2 പേരും ഗൾഫിലാണ്. അപ്പൊ അനീഷ് ആയിരുന്നു എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പോവുകയോ സഹകരിക്കുകയോ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ എങ്ങനെയാണെങ്കിലും ആവശ്യത്തിന് ചോദിച്ചപ്പം കൊടുത്താണെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ പല പ്രാവശ്യം മൊബൈലിലെ മെസ്സേജുകളൊക്കെ കണ്ട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആ മെസ്സേജുകൾ വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ചേച്ചി ഒരു അനിയൻ എന്നുള്ള ബന്ധത്തിന്റെ പേരിലോ കൊടുത്തതല്ലെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പായതിനു ശേഷം മാത്രമാണ് ഞാൻ ചോദിച്ചത്. അറിയാതെ സ്വർണ്ണങ്ങളൊക്കെ ഒരാൾക്കെടുത്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും നല്ല രീതിയല്ല. അങ്ങനെ എന്നും വന്ന് അവിടെ വീട്ടിൽ വഴക്കഴിച്ചപ്പോൾ ഒരു ദിവസം ആ ചേച്ചി വന്ന് അച്ഛന് പറഞ്ഞു. അന്നേരം ഞാൻ കയറി ഇടപെട്ടു. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് അനീഷിൻ്റെ അച്ഛന് പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരും. നിങ്ങൾ തമ്മിൽ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയും അത് വാങ്ങിച്ചെടുക്കാനോ അത് കൊടുക്കാനോ ഇവിടെ വന്ന് ചീത്ത വിളിക്കാനോ അച്ഛന് പറയാനോ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ എന്നിട്ട് അവസാനം പറയുന്നത് എന്താ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ചെടുക്കുന്നു. അനീഷ് പറഞ്ഞു. അവര് കൊടുത്തതിന് തെളിവൊന്നും ഇല്ലല്ലോ. കൊടുത്തതിന് തെളിവില്ല. എന്ത് കാര്യത്തിന് വാങ്ങിച്ചെന്ന് അനീഷ് പറഞ്ഞേ? അനീഷിന് എനിക്കറിഞ്ഞൂടാ. വേറൊരു കാര്യം, പൈസ വെച്ച് ചീട്ട് കളിക്കുമായിരുന്നു അനീഷ്. ചീട്ട് കളിക്കും. പൈസ വെച്ച് ചീട്ട് കളിക്കുമായിരുന്നു. പിന്നെ അതുപോലെ വണ്ടികൾ എടുക്കുകയും പൈസ വെച്ച് ചീട്ടുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ വേണ്ടി ഓരോരുത്തരുടെ നിന്ന് വാങ്ങിക്കുന്നതാണ്. അല്ലാതെ വേറൊരു കാര്യത്തിനായിട്ടും മറിക്കുന്നില്ല. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും റബ്ബർ വെട്ടി 2 ഷീറ്റ് കിട്ടുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ നടക്കും. ഓട്ടോ ഓടിക്കുന്നുണ്ട്. പിന്നെ മറ്റെന്ത് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലാതെ വേറെ സ്ഥലം വാങ്ങിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വീട്ടിൽ വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ഉണ്ടാക്കിയതാണ്. അച്ഛൻ മരിക്കുമ്പം വീട്ടിലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അല്ലാതെ തൂർത്തടിച്ച് വെറുതെ കളയും അങ്ങനെ കളഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാരും പറയുന്നത് കല്യാണം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഹസ്ബൻഡ് മാറിയിട്ടുള്ളതെന്നാണ് എല്ലാരും പറയുന്നത്. അത് അല്ല, വീട് നോക്കുമായിരുന്നു. എന്നെയും പൊന്നുപോലെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉള്ള കാര്യം എന്നെ നന്നായിട്ട് തന്നെ നോക്കുന്നത്. നന്നായിട്ട് നോക്കി കുഞ്ഞുങ്ങളെ നോക്കും. വീട്ടിലെല്ലാ കാര്യങ്ങളും ഇപ്പൊ അച്ഛനില്ലാത്ത ഒരു വീട്ടില് അത് അത്രയും എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ അയാള് കെയർലെസ് ആയിട്ട് ജീവിക്കുന്ന ഒരിക്കലും അങ്ങനെ പറയത്തുമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞു ഈ സ്വർണത്തിന്റെ പ്രശ്നമായി. അങ്ങനെ ഞാൻ ആദ്യമേ അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ വീട്ടിൽ എന്നും കയറി വന്ന് അങ്ങനെ 1 മാസത്തോളം ഈ പുള്ളിക്കാരി 2 പേരും. ഒരു ചേച്ചിയാണെങ്കിൽ റോഡിൽ വെച്ചൊക്കെ കാണുമ്പോൾ എന്നോട് പറയും, ജീന എങ്ങനെയെങ്കിലും അതൊന്ന് എടുത്തു തരണം, എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ അത് പ്രശ്നമാകുമെന്ന് പറയും. ഞാൻ വീട്ടിൽ വന്ന് പറയും ഓക്കെ, ഞാൻ തന്നെ മുന്നിട്ട് എൻ്റെ സ്വർണ്ണം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു വിൽക്കുവോ പണയം വെച്ചോ എങ്ങനെയെങ്കിലും ഈ ഒരു ബാധ്യത അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ 4 പവൻ്റെ ഒരു മാല ഉണ്ടെന്ന് അത് വിറ്റ് ആദ്യം കടം വീട്ടി. അങ്ങനെ പിന്നെ കുറച്ച് സ്വർണ്ണം. പിന്നെ ജീനയ്ക്ക് ചോദിച്ചുകൂടായിരുന്നോ, നിങ്ങളുടെ ഭർത്താവൊന്നും അറിയാതെ ഇങ്ങനെ ഒരാളെ വിശ്വസിച്ച് എന്തിന്റെ അതിന്റെ പേരിൽ അവരുമായിട്ട് ഞാൻ വഴക്കൊക്കെ നടന്നിട്ടുണ്ട്.
അപ്പൊ എന്തായാലും ആ കട അങ്ങ് വീട്ടി അതങ്ങ് വീട്ടി. അങ്ങനെയെങ്കിലും എന്ന് ഈ ദിവസം എണീറ്റ് വരുമ്പോഴത്തേന് ഇവരെയല്ലേ കാണുന്നത്, ഇങ്ങനെ ഈ ഒരു സംഭവം മറ്റുള്ളവർ അറിഞ്ഞാലും നാണം കിടക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ബുള്ളറ്റ് എടുത്ത്, അപ്പം ബുള്ളറ്റ് എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബുള്ളറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 75,000 രൂപ വേണം, പണയം വെക്കാൻ കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തു. ആ പൈസ അങ്ങനെ പണയം വെച്ചിട്ടാണ് ആ 75,000 രൂപ കൊടുത്തത്. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ ഇതിന് ഈ പെണ്ണുങ്ങളുടെ പേരിൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ട്, മിക്കവാറും വഴക്കുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ദിവസം 2 ദിവസത്തിൽ കൂടത്തില്ല, പിന്നെ അതൊക്കെ അങ്ങ് പറഞ്ഞങ്ങ് മാഞ്ഞു പോകും. ദേഹോപദ്രവം ഇടയ്ക്ക് ഇച്ചിരി വെള്ളം അടിച്ചിട്ട് വരുമ്പോൾ എങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ എനിക്ക് ഇച്ചിരി ദേഷ്യമുണ്ട്. ഞാൻ അങ്ങ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ തന്നെത്താൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നെ അടിക്കുമായിരുന്നു. അല്ലാതെ അങ്ങനെ എന്നെ ഉപദ്രവിക്കുക ചെയ്യുന്ന ആളല്ല, അങ്ങനെ ഉപദ്രവിക്കത്തുമില്ല. അങ്ങനെ കഴിഞ്ഞ് ബുള്ളറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാർ എടുത്ത്, സെക്കൻഡ് ഹാൻഡ് ഒരു കാറ് വേണമെന്ന് പറഞ്ഞ്. എൻ്റെ നിർബന്ധപ്രകാരമല്ല, വണ്ടിയോട് ക്രൈസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഓട്ടോ ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാറൂടെ എടുത്തു. അപ്പോഴും പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്വർണം ഊരി കൊടുത്തു, എല്ലാം കൊണ്ട് പണയം വെച്ച്. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ചീട്ട് കളിക്കാൻ പോകുന്നൊന്നും എൻ്റെ അടുത്ത് പറയത്തില്ല. എൻ്റെ അടുത്ത് പറയും ഇന്നടുത്ത് ഇന്ന ആവശ്യമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം വീടിന് കുറച്ച് കടം ഉണ്ടായിരുന്നു, അത് വീട്ടാനാണ്, അവിടെ കടം വീട്ടാനാണ്, സൊസൈറ്റിയിൽ അടയ്ക്കാനാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുമ്പോൾ നമ്മൾ ഊരി കൊടുക്കും. ഇപ്പം ജപ്തി നോട്ടീസ് വരെ വന്നപ്പോൾ നമ്മൾ ഓർത്താ വീട് പോകാതിരിക്കുമല്ലോ എന്നോർത്ത് സ്വർണ്ണങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ആ പൈസയൊക്കെ അടച്ച് ജപ്തി ഒഴിവായിട്ടില്ല, ഇപ്പോഴും അത് ജപ്തിയിൽ തന്നെ കിടക്കുകയാണ്. എത്ര പവൻ കൊടുത്തിട്ടുണ്ട്? 27 പവനുണ്ടായിരുന്നു. 27 പവനും ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് കൊടുത്തു. 27 പവനിൽ ഇപ്പം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളയുണ്ട്, അല്ല വേറൊന്നുമില്ല. പിന്നെ എൻ്റെ അമ്മ പലപ്പോഴും വീട്ടിലാണെങ്കിൽ ഓട്ടോ ഓടിച്ചിങ്ങനെ ചിലവ് കിട്ടുന്നതും കൊണ്ട് വീട് കഴിഞ്ഞു പോകത്തില്ല. അതുപോലെ എൻ്റെ മമ്മി പല പ്രാവശ്യമായിട്ട് 3 ലക്ഷം രൂപ വീതം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മുടെ രേഖയില്ല. അല്ല, രേഖയില്ല. 3 ലക്ഷം രൂപ വീതമോ 3 ലക്ഷം രൂപ പല പ്രാവശ്യം സ്വർണം പണയം വെച്ചത് മമ്മി തിരിച്ചെടുത്ത് തന്നിട്ടുണ്ട്. മമ്മി നാട്ടിൽ വരുമ്പോൾ സ്വർണം അടച്ച് തിരിച്ചെടുത്ത് തന്നിട്ടുണ്ട്. പക്ഷെ പിന്നെ അത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നെയും വെക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ഒരു കുടുംബത്തിന് പണയം വെക്കുവോ വിൽക്കുവോ ഒക്കെ ചെയ്യുന്നതൊന്നും സ്നേഹം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ ഇതൊന്നും കണക്കി വരില്ല. അത് കഴിഞ്ഞ് വീട് ഒത്തിരി അങ്ങ് കടം കൂടി കഴിഞ്ഞപ്പോൾ അപ്പം എൻ്റെ പഴയ ആ ജോലി അവിടെ കിടക്കുന്നു, വിസ ക്യാൻസൽ ചെയ്തിട്ടില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ അത് ക്യാൻസലായിപ്പോയി. അപ്പം ഇത്രയും കടമൊക്കെ ആയി, വീടിൻ്റെ ജപ്തി കൂടെ വന്നപ്പം പുള്ളിക്കാരൻ തന്നെ എന്നോട് പറഞ്ഞു, മമ്മിയുടെ അടുത്ത് ചോദിച്ചു നോക്കി എന്തെങ്കിലും വേക്കൻസി. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു 3 മാസം മുതൽ എൻ്റെ മമ്മി ആവുന്നത് ഗൾഫിന് കൊണ്ടുപോകാനെ കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ 60,000 രൂപ കൊടുത്തൊരു വിസ വരെ റെഡിയാക്കി വെച്ച് കൊണ്ടുപോകാനെ കൊണ്ട്. പാസ്പോർട്ട് എടുക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചൊരു പാസ്പോർട്ട് എടുപ്പിച്ചു. പോകാം എന്നെല്ലാം പറഞ്ഞ് പൈസ അടച്ച് വിസ എടുത്തു കഴിഞ്ഞപ്പം എന്ത് ചെയ്താൽ കയറി പോകത്തില്ല. എനിക്ക് ഞാൻ നാട്ടിൽ കാശുണ്ടാക്കുന്നുണ്ട്, എനിക്ക് പോകണ്ടാന്ന്. അങ്ങനെ പോകത്തില്ല എന്ത് ചെയ്താലും. അപ്പം ഇത്രയും കടം കിടക്കുന്നു, എന്ത് ചെയ്താലോട്ട് പോകത്തുമില്ല. അപ്പം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിന്റെ ജോലി കിടപ്പുണ്ടല്ലോ, നീ തന്നെ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ കമ്പനി വിളിച്ച് പറഞ്ഞ് വിസ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു വിസിറ്റിന് കയറി വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വിസിറ്റിന് കയറി ചെന്ന് കഴിഞ്ഞപ്പം വിസ ക്യാൻസൽ ആയതിൻ്റെ പ്രശ്നം കാരണം വിസയ്ക്ക് കൊടുക്കുമ്പോഴെല്ലാം റിജക്റ്റ് ആയി പോവാം. അങ്ങനെ പിന്നെയും ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് ഇതുപോലെ അവരുടെ ഒരു റിലേഷനിൽപ്പെട്ട ഒരു ലേഹ എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ട്, വിദ്യയിലാണ് സ്ഥലം. എങ്ങനെ അറിയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ പരിചയപ്പെട്ട് നമ്പർ ചിലപ്പം കൈമാറിയായിരിക്കാം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം കാരണം സൈബർ സെല്ലിൽ നിന്ന് കോൾ വന്നു. സൈബർ സെല്ലിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും അനീഷ് ഹാജരാകണമെന്നും പറഞ്ഞ് വന്ന കോളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തേ. അപ്പൊ എന്താ സംഗതി? അത് ഈ ലേഹ എന്ന് പറയുന്ന ചേച്ചിയുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അത് അവരുടെ ചേട്ടത്തെ അറിഞ്ഞ് ചേട്ടത്തെ അത് ചോദ്യം ചെയ്തു. ചേട്ടനും ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേട്ടനെ പറ്റിയും ചേട്ടത്തിയെ പറ്റിയും അനീഷ് വിളിച്ച് അപവാദങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അവർ കൊണ്ട് കേസ് കൊടുത്തതാണ്.